الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള മരണം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മരണത്തിനപ്പുറം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിജയങ്ങളിലേക്ക് കുതിക്കണമെങ്കിൽ, വിജയത്തിലെത്തണമെങ്കിൽ, നന്മ നിറഞ്ഞ ജീവിതം ഈ ദുനിയാവിൽ നയിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെ നമുക്ക് വിവരിച്ചു തന്നത് അങ്ങനെയാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഇത് പരലോകത്തേക്ക് വേണ്ടിയുള്ളൊരു കൃഷിഭൂമിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ, ഇവിടുത്തെ ജീവിതത്തെ അല്ലാഹു നമുക്ക് വിവരിച്ചു തന്നു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, യത്ബഉൽ മയ്യിത സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മയ്യത്തിന്റെ പിന്നാലെ 3 കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മയ്യത്തിന്റെ കൂടെ ചലിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. യത്ബഉൽ മയ്യിത സലാസ, 3 കാര്യങ്ങൾ മയ്യത്തിനെ അനുഗമിക്കുമെന്നാണ്. ഫയർജിഉ ഇസ്നാനി, 2 അവിടുന്ന് മടങ്ങിപ്പോരുകയും, വയബ്ഖാ മഅഹു വാഹിദ, 1 മാത്രം അവന്റെ കൂടെ പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അവന്റെ കൂടെ ബാക്കിയാവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. യത്ബഉഹു, മടങ്ങിപ്പോരുന്ന 2 അഹ്ലുഹു വ മാലുഹു. യത്ബഉഹു, അവനെ പിന്തുടരുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, 1 അഹ്ലുഹു, അവന്റെ അഹ്ലാണ്, അവന്റെ കുടുംബക്കാരാണ്. വമാലുഹു, അവന്റെ ധനമാണ്. 3-മത്തേത് വ അമലുഹു, അവന്റെ അമലുകളാണ്. ഫയർജിഉ, അവിടുന്ന് മടങ്ങിപ്പോരുന്ന 2 അഹ്ലുഹു വമാലുഹു, അവന്റെ
അഹ്ലും അവന്റെ മാലും അവന്റെ കുടുംബങ്ങളും അവന്റെ സമ്പാദ്യവും ഖബറിലേക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ചു പോരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വയബ്ഖാ, എന്നാൽ ബാക്കിയാകുന്ന ഒന്ന് അമലുഹു, അവന്റെ അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഈ പരാമർശം കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഖബറിൽ ബാക്കിയാകുന്നത്, പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്നത് ഇബാദത്തുകളാണ്, അമലുകളാണ്. വിശ്വാസത്തെ നന്നാക്കിക്കൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് പരലോകത്ത് ഉപകരിക്കുന്നതായി മാറുന്നത്. ആ കർമ്മങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ പിഴച്ചുപോയാൽ, അബദ്ധം സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തവന് നരകമായിരിക്കും നൽകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന വചനം, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാരിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ആ സൂറത്തിലൂടെ നമുക്ക് വിവരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിന്റെ 6-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ വചനം വരെ അല്ലാഹു സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. ഫഅമ്മാമൻ സഖുലതു മവാസീനുഹു, യാതൊരുത്തന്റെ ഒരാളുടെ തുലാസ് കനം തൂങ്ങിയോ അവനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും നാളെ പരലോകത്ത്, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കും അവർ. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, യാതൊരുത്തന്റെ തുലാസ് കനം കുറഞ്ഞുപോയോ, ആ തുലാസിൽ കനമില്ലാതെയായോ അവനെ സംബന്ധിച്ച് പറഞ്ഞു, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സ്ഥാനം ഹാവിയാണ്. ഹാവിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, വമാ അദ്റാക മാ ഹിയ, ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാമോ? ഹാവിയെ കുറിച്ച് നിനക്കെന്തറിയാം? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാണത്. ഹാവിയ എന്ന് പറഞ്ഞാൽ കഠിനമായ നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തുലാസിൽ കനം തൂങ്ങുന്നതും കനം കുറയുന്നതും ഇബാദത്തുകളുടെ തോതനുസരിച്ചായിരിക്കും. അമലുകളുടെ തോതനുസരിച്ചാണ്, കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് തുലാസിന് കനം തൂങ്ങുക. തൗഹീദ് ഉണ്ടാവണം, ഇസ്ലാമിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കുന്നവനാകണം. അങ്ങനെയാണെങ്കിൽ അവന്റെ പരലോകത്തവന്റെ തുലാസിൽ കനം തൂങ്ങും, നന്മയുടെ തുലാസ് കനം തൂങ്ങണം. അവർക്ക് അല്ലാഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, തൃപ്തികരമായൊരു ജീവിതം അന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. നന്മയുടെ തുലാസ് കനം തൂങ്ങുന്നവർക്ക് തൃപ്തികരമായൊരു തുലാസിനെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ തുലാസ് കനം കുറഞ്ഞുവോ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സ്ഥാനം ചൂടേറിയ നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തും മേലെ പറഞ്ഞ ഹദീസും നമ്മൾ ഒരുപാട് കേട്ട് ശീലിച്ചിട്ടുള്ള ആളുകളാണ്. ഈ നിലക്ക് നന്മ ചെയ്യാൻ കൊതിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ നന്മയെ സംബന്ധിച്ചുള്ള സമീപനങ്ങൾ നമ്മളെ നന്നാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൽബ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. നന്മയുടെ സമീപനം എന്താണ്? ഇസ്ലാം നന്മയുടെ വിഷയത്തിൽ നമ്മുടെ സമീപനം എന്താവണം, എന്തായിക്കൂടാ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. മനുഷ്യരിൽ 5 തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. അവരുടെ നന്മയുടെ വിഷയത്തിൽ 5 തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. 5 നിലക്കുള്ള സമീപനങ്ങളെ നാം പഠിക്കുകയും അതിൽ അനിവാര്യമായി നമ്മളിൽ ഉണ്ടാവേണ്ട സമീപനത്തെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് സഹോദരങ്ങളെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മയോടുള്ള സമീപനങ്ങളിലെ ഒന്നാമത്തെ സമീപനം ഇബാദത്തുകൾ സത്യസന്ധമായ നിലക്ക് നിർവഹിക്കലാണ്. ഭൗതികമായ ലാഭത്തിന്റെ പിന്നാലെയല്ലാതെ, ദുനിയാവിലെ മറ്റൊന്നും കൊതിക്കാതെ, ഒരു റിയാഹ് പോലും കടന്നു വരാതെ, നമ്മുടെ കൽബ് നിറയെ പരലോക ലക്ഷ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ, സത്യസന്ധമായ നിലക്ക് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, വമിനന്നാസി മൻ യശ്തരീ നഫ്സഹു
ജനങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. അവർ അള്ളാഹുവിന്റെ പ്രീതിയെ തേടിക്കൊണ്ട് തന്റെ സ്വന്തത്തെ വിൽക്കുന്നവരാണ്. എങ്ങനെ? ഇബ്തിഗാഅ മർളാത്തില്ലാ, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടവർ സ്വന്തത്തെ റബ്ബിന്റെ മാർഗത്തിൽ വിൽക്കുന്നവരാണ്. സ്വന്തത്തെ അള്ളാഹ്ക്കാണ് സമർപ്പിക്കുക, സ്വന്തത്തെ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. അങ്ങനെയുള്ളവരാണവർ. അല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അടിയാന്മാരോട് വളരെ കൃപയുള്ളവനാകുന്നു. ഏറ്റവും കൃപ കാണിക്കുന്നവനാണ് അള്ളാഹ്. ആ കൃപ ലഭിക്കുന്ന ആളുകളാരാ? അള്ളാഹുവിന് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച മനുഷ്യന്മാരാണ്. അള്ളാന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തത്തെ സമർപ്പിക്കുന്ന മനുഷ്യന്മാർ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഭൗതികമായ യാതൊരു ലാഭത്തിന്റെ പേരിലും ആകരുത് നമ്മുടെ ഇബാദത്തുകളൊക്കെ. പരിശുദ്ധ റമദാനൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ, അതെ, ഈ ദുനിയാവിൽ നമ്മുടെ മുന്നിൽ ഇന്ന് നിലനിൽക്കുന്ന ശഅബാനിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇബാദത്തുകളെ ഉയർത്തപ്പെടുന്ന മാസമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിളിച്ച ഈ ശഅബാനിലെ പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാനും, ഈ ശഅബാനിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെന്നതാണ്. തികച്ചും സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്രാമീണനായ ഒരു വ്യക്തിയുടെ, ഒരു അറാബി, ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊണ്ടുവന്ന ഒരു അറാബിയുടെ കഥ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഗ്രാമീണനായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ കൈപിടിച്ചു ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനും നിങ്ങളുടെ കൂടെ ഹിജ്റക്ക് വരികയാണ്, ദീനിന്റെ മാർഗത്തിൽ പലായനത്തിന് വേണ്ടി ഞാനും പുറപ്പെടുകയാണ്, ഹിജ്റ വരികയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വ്യക്തി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹിനോട് സ്വഹാബത്തും പറഞ്ഞു, റസൂലേ, അദ്ദേഹത്തെയും നമുക്ക് എന്ത് ചെയ്യാം, ഹിജ്റക്ക് അനുവദിക്കണം. അദ്ദേഹത്തിന് ഹിജ്റ അനുവദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അദ്ദേഹം ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ടു. ഹിജ്റ ചെയ്ത് പിന്നീട് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തൗഫീഖ് അറാബിക്ക് ലഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്തുക്കൾ ഓഹരി വെക്കുന്ന സമയം, ഈ അറാബിയായ മനുഷ്യൻ, ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ യുദ്ധത്തിന്റെ ഘട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹിജ്റ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഗനീമത്ത് സ്വത്ത് വിഹിതിക്കുന്ന സമയം റസൂലുള്ളാഹി തുല്യമായി എല്ലാവർക്കും വിഹിതിച്ചു കൊടുക്കുന്ന സന്ദർഭം. അപ്പൊ ഈ അറാബി അന്ന് യുദ്ധത്തിന് പോയ മൃഗങ്ങളെ മേക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പോയതാണ്. ഈ ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹമല്ല. ഈ ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി റസൂലുള്ളാഹി നിശ്ചയിക്കുമ്പോൾ ഈ സ്വഹാബി അവിടെ അല്ല. ആ സ്വഹാബി അവിടെയുള്ള മൃഗങ്ങളെ, സൈന്യത്തിന്റെ ആ മൃഗങ്ങളെ മേക്കാൻ വേണ്ടി, തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ചാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഈ സ്വഹാബിക്കുള്ള, ഈ അറാബിക്കുള്ള ഗനീമത്ത് മുതൽ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം വന്നാൽ ഇത് കൊടുക്കണം, ഇത് അദ്ദേഹത്തിന്റെ മുതലാണ്. മൃഗത്തിനെ മേച്ച് തിരിച്ചു വന്ന ഉടനെ ഗനീമത്ത് സ്വത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം കൊടുത്ത സമയത്ത് ചോദിച്ചു, ഇത് എന്താ സാധനം? അപ്പൊ കാര്യം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാർജിത മുതൽ ഗനീമത്തായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി തുല്യമായി വീതിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഓഹരിയാണ്. ആ ഓഹരി കൊടുത്ത സമയത്ത് ആ ഓഹരിയുമായി മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇതെന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ മുതലാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, നിനക്ക് ഹലാലാക്കിയിട്ടുള്ള മുതലാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, റസൂലേ, ഈ മുതലിനു വേണ്ടിയല്ല ഞാൻ യുദ്ധഭൂമിയിൽ വന്നത്, ഈ സമ്പാദ്യത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ കൂടെ ഞാൻ ഹിജ്റ ചെയ്തത്, ഞാൻ ഈ ത്യാഗങ്ങൾ അനുഭവിച്ചത് ഇതാ ഈ കാണുന്ന ചങ്കിലേക്ക്, ഈ അദ്ദേഹത്തിന്റെ
നോക്കൂ നിങ്ങൾ, ജീവനാഡിയിലേക്ക് വിരലിങ്ങനെ ചൂണ്ടിപ്പിടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു റസൂലുള്ളാഹിനോട്, എന്റേതാ ഈ ചങ്കിന്റെ നേരെ ഒരമ്പ് വന്ന് തറച്ചാൽ എനിക്ക് പിടഞ്ഞു വീണ് ആ രൂപത്തിൽ യുദ്ധഭൂമിയിൽ ഷഹീദാവണം, എനിക്ക് സ്വർഗം ലഭിക്കണം നബിയെ, എനിക്ക് ഈ മുതൽ വേണ്ടാന്ന് തീരുമാനിക്കുന്ന സഹാബിയെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത, ഹലാലാക്കി കൊടുത്ത ആ ഒരു മുതലിനെ പോലും അദ്ദേഹം തന്റെ പരലോകത്തെ ബാധിക്കുമോ എന്റെ ഇബാദത്തില് എന്ന് പേടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ഈ പരാതി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. നോക്കൂ നിങ്ങൾ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ, നീ അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു നിന്നോടും സത്യസന്ധത കാണിക്കും. നിന്റെ ഇബാദത്തുകളിൽ, നിന്റെ സുഹൃതങ്ങളിൽ, നിന്റെ വിശ്വാസത്തിൽ, നിന്റെ കർമ്മങ്ങളിലൊക്കെ നീ സത്യസന്ധത കാണിച്ചു ജീവിച്ചാൽ നിന്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ, തൊട്ടടുത്ത് വന്ന യുദ്ധഭൂമിയിൽ അഅറാബിയായ മനുഷ്യൻ, ആ സഹാബി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് സഹാബികൾ ചുമന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു. അത് ഈ മനുഷ്യനാണ്, ഈ അഅറാബിയെ ചുമന്നിട്ടാണ് വരുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ കാണുന്നത് ചങ്കിന്റെ നേരെ അമ്പ് തറച്ചു കിടക്കുന്ന ഈ സഹാബിയാണ്. ചങ്കിലേക്ക് അമ്പ് വന്ന് തറച്ചു കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം തന്നെയാണോ? സഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ, നിങ്ങളോട് വന്ന് ഈ ആഗ്രഹം പ്രകടിപ്പിച്ച അതേ മനുഷ്യനാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോക്കൂ നിങ്ങൾ സഹാബത്ത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, അദ്ദേഹം അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചു, അള്ളാഹു അദ്ദേഹത്തോടും സത്യസന്ധത കാണിച്ചു. നമ്മുടെ ഇബാദത്തുകളിലെ സത്യസന്ധതയുണ്ടോ, അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾക്ക് പ്രതിഫലം സത്യസന്ധമായി നൽകുമെന്ന് അതിന്റെ ഉദാഹരണം പഠിപ്പിക്കുന്ന ചരിത്രമാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി കയറി നിന്നു. ജനാസ നിസ്കാരത്തിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജനാസയുടെ മുന്നിലെത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിക്ക് വേണ്ടി ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവേ, ഈ മനുഷ്യൻ നിന്റെ അടിമയാണല്ലാ, നിന്റെ അടിമയായ ഈ മനുഷ്യൻ ഇസ്ലാമിനെ സ്വീകരിച്ച് നിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവനാണ്, അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവനാണ്. വഖുതിലുക ഷഹീദാ, ഇദ്ദേഹം നിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദുൻ അലാ ദാലിക്. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ ശുഹദാ, ഇദ്ദേഹം രക്തസാക്ഷിയായതിന് ഞാൻ സാക്ഷിയാണല്ലാ. അന ഷഹീദുൻ അലാ ദാലിക്, ഈ ഇദ്ദേഹത്തിന്റെ കർമ്മത്തിന് ഞാൻ സാക്ഷിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജനാസയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്ത സത്യസന്ധമായ ഇബാദത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ സ്ഥാനമാണതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കർമ്മങ്ങൾ സത്യസന്ധമാവുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന, ദീന് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്. രണ്ടാമത്തെ വിഷയം, ഇബാദത്തുകളിലെ നമ്മുടെ സമീപനങ്ങളിലെ രണ്ടാമത് നമ്മുടെ നാടുകളിൽ കാണുന്ന സമീപനങ്ങൾ, അതെ, ഇസ്ലാം പഠിപ്പിച്ച കരുതലോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമീപനം. രണ്ടാമത്തെ സമീപനം, നന്മയെന്ന് കരുതി ഇന്ന് പല ആളുകളും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ അത് നന്മയല്ല. നന്മയാണെന്ന് കരുതി ചെയ്യുന്ന പല കർമ്മങ്ങളും ഇന്ന് ഒട്ടനവധി ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നന്മയുടെ ഗണത്തിലേക്ക് വരുന്നില്ല. പുണ്യം പ്രതീക്ഷ ചെയ്യണത് നന്മയാണെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിഅഹ്സരീന അഅമാലാ. നബിയെ പറയണം അവരോട്, ഖുൽ നബിയെ പറയണം, ഹൽ നുനബ്ബിഉകും ബിഅഹ്സരീന അഅമാലാ. പ്രവർത്തികൾ ഏറ്റവും നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഇബാദത്തുകൾ ചെയ്തിട്ട്
നോക്കൂ നിങ്ങൾ, സുഹൃതങ്ങളൊക്കെ ചെയ്തിട്ട് ആ സുഹൃതങ്ങൾ പാഴായിപ്പോയ സുഹൃതങ്ങളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ. പരിശുദ്ധ ഖുർആനിന്റെ വാചകം കാണാം. അവർ യാതൊരു കൂട്ടരാണവർ. അല്ലദീന, അവർ ആരാണെന്നറിയുമോ? ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അവർ ദുനിയാവിൽ ജീവിതത്തിൽ അവരുടെ പരിശ്രമം പിഴച്ചുപോയിരിക്കുന്നു. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ പല പ്രവർത്തനങ്ങളും അവർക്ക് പിഴച്ചുപോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, തങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നല്ലതാണ് ഞങ്ങൾ ചെയ്യണമെന്ന് കരുതിയിട്ടാണോ അവർ എന്ത് ചെയ്യണത്? ഇബാദത്തൊക്കെ ചെയ്യണത്. അതാരാ? അത് ബിദ്അത്തിന്റെ കക്ഷികളാണ്, ബിദ്അത്തിന്റെ കക്ഷികളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിന് ഗൗരവം പറഞ്ഞത്. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ, നോക്കൂ നിങ്ങൾ, ഒരു ഹറാമ് ചെയ്യുന്ന മനുഷ്യനേക്കാൾ വലിയ പാപത്തിലാണ് അയാൾ. കള്ള് കുടിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ വലിയ പാപത്തിലാണ് ഒരു ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി. കാരണം സുഫിയാനു സൗരിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, തെറ്റ് ചെയ്യുന്ന, കള്ളു കുടിക്കുന്ന ഒരാൾക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഖൽബിൽ തെറ്റാണെന്ന ചിന്തയിലല്ല ചെയ്യുന്നത്, നന്മയാണ് എന്ന നിയ്യത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. അയാൾ അതിൽ നിന്ന് വിട്ടുപോരാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ബിദ്അത്ത് ഹറാമിനേക്കാൾ കഠിനമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിലെ ഒട്ടനവധി ബിദ്അത്തുകളുണ്ട്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തിരിഞ്ഞിരുന്ന് ഇമാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ഇരിക്കുന്ന മജ്ലിസിലുള്ള മഅ്മൂമീങ്ങളായ ആളുകൾ മുഴുവനും ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാം. പുണ്യമാണെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഇബാദത്തല്ലേ അത്? അല്ലേ സഹോദരങ്ങളെ? ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണത്. ഒരൊറ്റ നിസ്കാരത്തിലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്തൊരു ചരിത്രമുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ ഒരു കാര്യം സ്വീകരിക്കപ്പെടുന്നതാകണമെങ്കിൽ ഖൈറുൽ ഖുറൂനി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്, സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ് താബീങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനടുത്ത തലമുറയാണ് താബീങ്ങളാണ്. ഈ മൂന്ന് തലമുറക്ക് അത് പരിചയമുണ്ടോ? അതാണ് ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത്, ദാ ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് അവസാനത്തെ വചനം ഇറങ്ങുന്ന, സൂറത്തുൽ മാഇദയിലെ വചനം ഇറങ്ങുന്ന ആ സമയം വരെ ഇങ്ങനെ ഒരാശയമുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം. റസൂലും സ്വഹാബത്തും ചെയ്യാത്തൊരാചാരം പുതുതായി മതത്തിലേക്ക് കൊണ്ടുവന്ന, അത് പാഴായി പോകുന്ന ഇബാദത്താണ്. അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമസ്കാരത്തിന് മുമ്പ് നിയ്യത്ത് ചൊല്ലിപ്പറയുക, നിയ്യത്ത് ചൊല്ലിപ്പറയും. നിയ്യത്ത് വേണം, എല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് വേണം. നിയ്യത്ത് എന്ന പദം മനസ്സിൽ കരുതലാണ്. പക്ഷെ ചൊല്ലിപ്പറയുന്ന ശൈലി നമ്മുടെ നാടുകളിലുണ്ട്. അതും പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിപ്പറയുന്നൊരു ശൈലി പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ പ്രത്യേകം മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി ജനിച്ച മാസം എന്ന് റബീഉൽ അവ്വൽ മാസത്തിന് പവിത്രത കൽപ്പിക്കുന്ന ആളുകൾ, അന്നത്തെ ദിവസം മീലാദ് ആഘോഷിക്കുന്ന ആളുകൾ, റസൂലോ സഹാബത്തോ ചെയ്യാത്ത ആചാരാണ്, പുണ്യമെന്ന് കരുതി ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ മിഹ്റാജ് നോമ്പിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാമിൽ സുന്നത്ത് നോമ്പുണ്ട്. പക്ഷെ സുന്നത്ത് നോമ്പ് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു പ്രത്യേക ദിവസത്തിൽ ഒരു പ്രത്യേകത കൽപ്പിച്ചൊരു നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിദ്അത്തായി മാറൂലേ? ബറാഅത്ത് രാവെന്ന പേരിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഒരു മരണ വീട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വീട്ടിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ വീട്ടിൽ റസൂൽ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത പല ആചാരങ്ങളും പുതുതായി കൊണ്ടുവന്നതുണ്ട്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്ന സമ്പ്രദായം, 3-ന്റെ അന്ന് കണ്ണൂക്ക്, 7-ന്റെ അന്ന് ആഘോഷം, 14-ന്റെ അന്ന് ആഘോഷം, 40-ന്റെ അന്ന് ആഘോഷം, പിന്നെ വർഷം തോറും ആഘോഷം. അള്ളാന്റെ ദീനിലുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പുണ്യമാണെന്ന് കരുതി വരുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ശഅബാനിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, ഷഹ്റു ശഅബാൻ, ശഅബാൻ മാസം കടന്നു വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് വർദ്ധിച്ച മാസമാണ് ശഅബാൻ.
റമദാൻ കഴിഞ്ഞാൽ റസൂല് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഷഅബാനാണ്. ഈ ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അധികരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷഅബാൻ 15-ന്റെ അന്ന് മാത്രം ഒരു പ്രത്യേക നോമ്പ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നോമ്പില്ല. ഷഅബാനിൽ നോമ്പനുഷ്ഠിക്കാം. ഷഅബാനിൽ ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒരു ഷഅബാൻ മുഴുവനും നോമ്പനുഷ്ഠിക്കണമെന്ന നിയ്യത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ച് പോരുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ 15 നോറ്റ് പോകാം. ഇനി തിങ്കളാഴ്ച നോമ്പ് സ്ഥിരം നോൽക്കുന്ന ഒരാൾക്ക് ഷഅബാൻ 15 തിങ്കളാഴ്ച വന്നെങ്കിൽ തിങ്കളാഴ്ച നോറ്റുപോകാം. വ്യാഴാഴ്ചയാണെങ്കിൽ ആ വ്യാഴാഴ്ച നോമ്പ് നോറ്റ് പോരുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് നോറ്റുപോകാം. അങ്ങനെ ചെയ്യാമെന്നതല്ലാതെ ഈ ഷഅബാനിന്റെ 15-ാമത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടൊരു നോമ്പ് നോൽക്കുന്ന സമ്പ്രദായം അള്ളാന്റെ ദീനിൽ ഉള്ളതല്ല. അങ്ങനെയുള്ള ബിദ്അത്തുകളെ, അങ്ങനെയുള്ള പുത്തനാചാരങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് പറഞ്ഞത് അന്നഹും യുഹ്സിനൂന സുൻആ. പാഴായി പോയ ഇബാദത്ത്, നഷ്ടപ്പെട്ടു പോയ ഇബാദത്താണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കാണിച്ച് സൂക്ഷ്മത കൈവരിച്ച് ജീവിക്കുന്നവരാകണം. അതുകൊണ്ട് രണ്ടാമത്തെ സമീപനമാണ്, നന്മയാണെന്ന് കരുതി പലരും ചെയ്യുന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത, ദീന് പഠിപ്പിക്കാത്ത പല ആചാരങ്ങളുമാണ്. അതും നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത് നമ്മുടെ സമീപനങ്ങളെ തിരുത്തേണ്ട ഒരു മേഖലയാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നന്മയും അവസരം കിട്ടുമ്പോൾ തിന്മയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. നന്മയ്ക്ക് ചെയ്യും, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നന്മകളുണ്ട്. പക്ഷേ ചാൻസ് കിട്ടുന്നിടത്തൊക്കെ തെറ്റ് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിച്ച് അത്തരം തിന്മകളിലേക്ക് പോകുന്ന മനുഷ്യന്മാർ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സമുദായത്തിലെ ചില ആളുകളെ എനിക്കറിയാം. ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ചില ആളുകളെ എനിക്കറിയാം. യഅതൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. ഖിയാമത്ത് നാളിൽ അവർ പർവ്വത സമാനമായ നന്മകൾ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പിന്നെ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ടാണ് അവർ പരലോകത്ത് വരുന്നത്. ദീവൻ, നല്ല വെളുവെളുത്ത കർമ്മങ്ങളുമായവർ, പളങ്ക് പോലെയുള്ള കർമ്മങ്ങളുമായവർ വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ കർമ്മങ്ങളെ മുഴുവനും ചേർത്തുവെച്ച് തൂളികളെപ്പോലെ ഊതിപ്പറപ്പിക്കുന്ന തൂളികളാക്കി റബ്ബ് മാറ്റും. ആ സമയത്ത് ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നബിയേ ആ മനുഷ്യന്മാർ ആരാണ്? റസൂലേ, ജല്ലിഹിം ലനാ, ഞങ്ങൾക്ക് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല നബിയേ. അൻലാ നകൂന മിൻഹും നഹ്നു ലാ നഅലം, അവർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ അവരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും മിൻ ഖിൽദതിക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂടെയുള്ളവരാണ്. യഖ്ദൂന മിനൽ ലൈലി കമാ യഖ്ദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോൾ അവർ രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ വലകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബി മഹാരിമില്ലാഹ് ഇൻതഹകുഹാ, ഹറാമിന്റെ ലോകത്ത് ചാൻസ് കിട്ടിയ സമയം അവർ തിന്മയിലേക്ക് പ്രവേശിച്ചു. രാത്രി നിസ്കാരത്തിന് നിങ്ങളുണ്ടായപ്പോ അവരും രാത്രിയിലുണ്ടായിരുന്നു. റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ നിങ്ങളുണ്ടായപ്പോ നിങ്ങളുടെ കൂടെ അവരും ഇബാദത്തിനുണ്ടായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്യാനൊരു ചാൻസ് അവർക്ക് കിട്ടിയപ്പോ ആ തെറ്റും അതിന്റെ കൂടെ അവരിങ്ങനെ ചെയ്തു പോയ മനുഷ്യന്മാർ. അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി അവർ തനിച്ചായാൽ ആ നിഷിദ്ധത്തിലേക്ക് ലയിച്ചു പോകുന്നവരാണ്. നോക്കൂ നിങ്ങൾ, പരസ്യമായി നന്മ ചെയ്യുകയും രഹസ്യമായി തിന്മ ചെയ്യുകയും ചെയ്ത മനുഷ്യന്മാർ. നാട്ടിൽ ഭയങ്കര ഉഷാറാണ്,
നാട്ടിൽ ഭയങ്കര ദീനിയാണ്, പക്ഷേ അവന്റെ രഹസ്യ ജീവിതം പാഴായിപ്പോയതാണ്, അവന്റെ ഇടപെടലുകൾ പാഴായിപ്പോയതാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ആ നന്മ കൊണ്ടും പ്രയോജനമില്ല, നാളെ നരകം നേടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നാലാമത്തെ വിഷയം, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തൗഫീഖ് ലഭിക്കാത്ത മനുഷ്യന്മാരാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്ക് തൗഫീഖ് കിട്ടാത്ത മനുഷ്യന്മാർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു, ഇബാദത്തിന്റെ വഴി അല്ലാഹുവിന് തുറന്നു കൊടുക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, എന്താണ് റസൂലെ ഇബാദത്തിന്റെ വഴി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലി സ്വാലിഹി ഖബ്ലൽ മൗത്ത്, മരണം അയാളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നന്മ ചെയ്യാനുള്ള തൗഫീഖ് പടച്ചവൻ തുറന്നു കൊടുക്കുക. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കണം, നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ആ തൗഫീഖ് ലഭിക്കുക എന്നത് വലിയ സഹോദരങ്ങളെ അനുഗ്രഹമാണ്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മ അധികമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഈ പോയിന്റിൽ നിങ്ങൾ അടിവരടണം. എത്ര സുബഹിക്ക് പള്ളിക്കെത്തണമെന്ന് തോന്നിയാലും നമ്മൾ എത്തണില്ല. എത്ര ദഅവത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന് തോന്നിയാലും നമുക്ക് ഇറങ്ങാൻ പറ്റണില്ല. മനസ്സിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഇറങ്ങാൻ കഴിയണില്ല. എന്താ കാരണം? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, കല്ലാ അങ്ങനെയല്ല, പക്ഷേ ബൽ പക്ഷേ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു. സമ്പാദിക്കണമെന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ കറ പിടിച്ചിരിക്കുന്നു. തിന്മകളുടെ കറ, പാപത്തിന്റെ കറ അവരുടെ കൽബിലുള്ളത് കൊണ്ട് നന്മയിലേക്ക് അവരെന്ത് ചെയ്യണില്ല, ഇറങ്ങാൻ അവരുടെ മനസ്സ് സമ്മതിക്കണില്ല, തടസ്സമായി നിൽക്കാൻ. അതുകൊണ്ട് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, അധികരിച്ച തൗബ വേണം, നിഷ്കളങ്കമായ തൗബ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്കിൽ നമുക്ക് സഹോദരങ്ങളെ രക്ഷയുണ്ടാകും. ഇബാദത്തിന്റെ ഒരു തൗഫീഖ്, കവാടം തുറക്കാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ കൽബിന്ന് തിന്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കണം. പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകണം, മനസ്സിനെ നന്നാക്കണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നന്മകളോടുള്ള സമീപനങ്ങളെ നന്നാക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിലേറെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളിലെ 4 നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. 5ാമത്തെ വിഷയം, തിന്മകളാൽ വലയം ചെയ്ത ചിന്തകളുണ്ട്. അവർക്ക് നന്മയിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്മാരാണ്. നേരത്തെ പറഞ്ഞല്ലോ, തിന്മകൾ കൽബിലുള്ളത് കൊണ്ട് അവർക്ക് നല്ലതിൻ്റെ മനസ്സുണ്ടാവില്ല, നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്ന, നമ്മുടെ മുന്നിൽ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ബലാ മൻ കസബ അഖാത്തതു ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധ ഖുർആനിന്റെ വാചകം. അങ്ങനെയല്ല, അവർ തിന്മയെ നേടിവെക്കുകയും തൻ്റെ തെറ്റുകുറ്റം തന്നെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നവരെ, അങ്ങനെ വലയം ചെയ്യുകയും ചെയ്തവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അക്കൂട്ടർ ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്, നരകത്തിന്റെ സ്വഹാബകളാണ്, നരകത്തിന്റെ ആളുകളാണവർ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതന്മാരായിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കാത്ത വിധം തിന്മകളിൽ മുഴുകിയ മനുഷ്യന്മാർ, സ്വകാര്യ ജീവിതങ്ങളിലൊക്കെ വൃത്തികേടിന്റെ ലോകത്ത് സഞ്ചരിച്ച എത്ര മനുഷ്യന്മാരുണ്ട് സഹോദരങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നന്മയിലേക്ക് നമ്മുടെ മനസ്സടുപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ മനസ്സ് മലീമസമായി പോയവർ, മനസ്സ് തുറക്കാൻ കഴിയാത്തവർ നമ്മുടെ നാടുകളിൽ ഒട്ടനവധി ആളുകളുണ്ട്.
ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇറങ്ങിത്തിരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അതാണ് തിന്മകൾ വലയം ചെയ്ത കൽബുകളുണ്ട് നമ്മുടെ നാടുകളിൽ. 5ാമത്തെ പോയിന്റ്, തിന്മകളാൽ വലയം ചെയ്തതിന്റെ പേരിൽ നന്മയിലേക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യന്മാർ. അല്ലാഹു അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ സ്വഹാബുകളാണ്, നരകത്തിന്റെ ആൾക്കാരാണ്. മനസ്സിലായോ? അതുകൊണ്ട് മനസ്സു നിറഞ്ഞ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനസ്സു നിറയെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായൊരു ദുആ, എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കൽബിലേക്ക്, നമ്മുടെ കൽബിൽ നിന്ന് പുറത്തു വരേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. കർമ്മങ്ങളുടെ ഭാഗത്തുള്ള സമീപനങ്ങൾ നന്നാവണമെങ്കിൽ ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഇത്തരം ദുആകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പടച്ചോനെ ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ചെയ്യുന്ന ഇബാദത്തുകളുടെ വിഷയത്തിലെങ്കിലും ഒരു അറിവ് കിട്ടാൻ, അല്ലേ? അള്ളാഹിനെ കുറിച്ചറിയാൻ, ദീനിനെ കുറിച്ചറിയുന്ന നല്ലൊരു അറിവ്, ആ ഒരു ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വരിസ്ഖൻ ത്വയ്യിബാ, ഏറ്റവും ശുദ്ധിയുള്ള വൃത്തിയുള്ള റിസ്ഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നല്ല ഭക്ഷണം, അന്യന്റെ മുതലൊന്നും കടന്നു വരാത്ത ഹലാലായ രൂപത്തിലുള്ള നല്ല ഭക്ഷണം, അതും പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കാൻ. വഅമലൻ മുതഖബ്ബലാ, സ്വീകാര്യയോഗ്യമായ, ഏറ്റവും നല്ല സ്വീകാര്യയോഗ്യമായ അമലുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. നേരത്തെ പറഞ്ഞല്ലോ, ഖൈറിന്റെ കവാടം തുറക്കണമെങ്കിൽ, ഇസ്തഅമലഹു എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അമലിന്റെ വഴി നമ്മുടെ മുന്നിൽ തുറക്കണം. ആ അമലിന്റെ വഴി തുറക്കാൻ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അമലൻ മുതഖബ്ബല, മഖ്ബൂലായ അമല് വേണം, സ്വീകരിക്കപ്പെടുന്ന അമല് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബേ നീ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം തുടക്കത്തിൽ പറഞ്ഞ സത്യസന്ധമായ നന്മ ചെയ്യണമെന്ന നിയ്യത്തും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും മുൻകൂട്ടി കരുതി തർത്തീബോടുകൂടി ജീവിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനും അതിന് തൊട്ടുമുമ്പുള്ള ശഅബാനുമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ. ഈ ശഅബാനിൽ നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹ് ഏറെ ഇഷ്ടപ്പെടുന്ന അമലുകളാണ്. അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്, ഇബാദത്തുകൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ, എന്തേ നബിയെ, നിങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ നിങ്ങൾ ഇബാദത്ത് വർദ്ധിക്കാൻ, ശഅബാനിൽ നിങ്ങൾ ഇബാദത്ത് നോമ്പ് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാരണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കലേക്ക് നോക്കൂ, നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, അതുകൊണ്ട് എൻ്റെ അമൽ ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു. മറ്റൊരു കാരണം പറഞ്ഞത്, പിന്നെ റജബിൻ്റെയും റമളാനിൻ്റെയും ഇടക്ക് ആളുകൾ ഗഫ്ലത്തിലായി പോകുന്ന, അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ശഅബാനിനെ ആ രൂപത്തിൽ സൂക്ഷിക്കാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ഈ ശഅബാനിനെ നമ്മൾ ധന്യമാക്കുക, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. പരിശുദ്ധ റമളാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ റമളാനിലേക്കുള്ളൊരു കാൽവെപ്പ് എന്ന നിലക്ക്, ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് കൽബിനെ നന്നാക്കാൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സ്വഹാബത്തൊക്കെ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതാൻ സമയം കണ്ടിരുന്നൊരു മാസമെന്ന് ശഅബാനിനെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ച് നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ വരാനിരിക്കുന്ന മാസങ്ങളെ സജീവമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുന്നിൽ സത്യസന്ധമായ കർമ്മങ്ങളുമായി ചെന്നു ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.